പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെക്കാളും ഉപരി ഞാൻ വളരെ കഷ്ടം സഹിക്കുന്നു. ആമേൻ. ഞാൻ മറ്റെല്ലാവരെക്കാളും ഒത്തിരി തള്ളപ്പെടലുകളും ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഫീലിംഗ് നിങ്ങൾക്കുണ്ടോ? എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു. നമ്മുടെ കർത്താവും ഗുരുവുമായ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായിരുന്നു. അതെ, അമ്മേ, പ്രതീക്ഷിക്കാത്തവർ യേശുവിനെ തള്ളിക്കളഞ്ഞു. ആ തലമുറ മുഴുവനും, യേശുവിൻ്റെ കാലത്തുള്ള തലമുറ മുഴുവനും യേശുവിനെ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതെ, വളരെ കഷ്ടം യേശു സഹിക്കേണ്ടി വന്നു. എന്നാൽ ആമേൻ, സ്തോത്രം, അത് കഴിയുമ്പോഴുള്ള യേശുവിൻ്റെ മഹത്വം എന്നതാണെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീരും. അതേ, നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, നിരാശകൾ, തള്ളപ്പെടലുകൾ, ഇതൊക്കെ പിന്നത്തേതിൽ വലിയ മഹത്വത്തിന് കാരണമാകും. ആയതിനാൽ അധൈര്യപ്പെടാതെ അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി നമുക്കും സന്തോഷത്തോടെ വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യാം. വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24-25 വചനങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് 17-24-25. മിന്നൽ ആകാശത്തിന് കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ ആകും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം യേശു അനുഭവിക്കേണ്ടുന്നത് വളരെ കഷ്ടമാണ്. മാത്രമല്ല, യേശുവിൻ്റെ കാലത്തുള്ള തലമുറ യേശുവിനെ തള്ളിക്കളയുകയും വേണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം ഇത് കഴിഞ്ഞാലേ തൊട്ട് മുന്നേയുള്ള വചനം പോലെ മിന്നൽ ആകാശത്തിന് കീഴിൽ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെയുള്ള ഒരനുഭവം യേശുവിനെ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ആകാശത്തിന് കീഴെ മിന്നൽ തിളങ്ങി മിന്നുന്നത് അത് നമുക്കെല്ലാവർക്കും കാണുവാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ്. അതിൻ്റെ പ്രകാശം നമുക്ക് എല്ലാവർക്കും കാണുവാൻ കഴിയും. അതിനെ തടുക്കുവാനും തടയുവാനും ഈ ഭൂമിയിലുള്ള യാതൊരു ശാസ്ത്രത്തിനോ യാതൊരു വ്യക്തിശക്തികൾക്കോ ഒന്നിനും കഴിയത്തുമില്ല. ഹല്ലേലൂയ. അതേ, മിന്നൽ എപ്പോഴാണ് തിളങ്ങുന്നത്, മിന്നുന്നതെന്ന് ആർക്കും പറയുവാനും കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആമേൻ, സ്തോത്രം. ഇന്ന് നാം ജീവിതത്തിൽ വളരെ കഷ്ടം സഹിക്കുന്നുണ്ടാകാം, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികപരമായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒറ്റപ്പെടലുകളും തള്ളപ്പെടലുകളും, നാം സ്നേഹിച്ചവർ നമ്മെ മറന്നുപോകുന്ന അവസ്ഥ, മാറിക്കളയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ കർത്താവ് ഗുരുവുമായ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചെങ്കിൽ, ആമേൻ, ദൈവപുത്രനായ യേശുവിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചെങ്കിൽ നാം എന്തുമാത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ പിന്നത്തേതിൽ നമുക്ക് വരുന്ന മഹത്വമോ, ആമേൻ, ഇതുപോലെ തിളങ്ങി മിന്നുന്നൊരനുഭവം, ശോഭിക്കുന്നൊരനുഭവം, മഹത്വപരമായൊരു ജീവിതം. ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് നൽകും. ആമേൻ. ശത്രുക്കൾ കാണുക കർത്താവ് മേശയൊരുക്കും. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിങ്കൽ ഇവിടെ നാം വായിച്ചതുപോലെ ആമേൻ, സ്തോത്രം, യേശുവിനോടുകൂടെ എടുക്കപ്പെടുവാനും ആ സ്വർഗ സന്തോഷം അനുഭവിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിക്കും. എന്നും കഷ്ടമല്ല, എന്നും ദുരിതമല്ല, ദാരിദ്ര്യമല്ല, എന്നും തള്ളപ്പെടലുകളും ഒറ്റപ്പെടലുകളും അല്ല പ്രിയമുള്ളവർ. എന്നാൽ ഇപ്പോൾ നാം ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആമേൻ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ നമുക്ക് മുൻപേ ഈ കഷ്ടം വേദനകളുമൊക്കെ നമുക്ക് വേണ്ടി സഹിച്ച ആ പ്രാണനാഥനെ ഓർത്തുകൊണ്ട് നമുക്ക് ജീവിതയാത്രയിൽ മുന്നേറാം. നിശ്ചയമായി അവൻ ഇന്ന് രചിക്കപ്പെട്ട എല്ലാ മേഖലകളിലും അവൻ ശോഭിക്കുന്ന ഒരു അനുഭവം, അവൻ മാനിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, സ്വർഗ്ഗസ്ഥ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം നിങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു,
സമർപ്പിക്കുന്നു. കഷ്ടങ്ങളിലും ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, ഒറ്റപ്പെടലുകളിലും തള്ളപ്പെടലിൻ്റെ അനുഭവത്തിലും ചേർത്ത് പിടിക്കുന്ന യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഒരു നാളെ മുന്നേറുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആദ്യം ചില പ്രതിസന്ധികൾ കഷ്ടതകളുണ്ട് എങ്കിലും പിന്നത്തേത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന മഹത്വം അത് വലിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, തേജസ്സിൽ തേജസ് പ്രാപിച്ചവരാൽ അങ്ങയുടെ കർത്താവ് അങ്ങേക്ക് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന നാൾ ഏറ്റവും ആസന്നമായിരിക്കാൻ സ്തോത്രം. എല്ലാവിധമായ അനുഗ്രഹങ്ങളാൽ നിറച്ചാട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണം, വലിയവ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.